കേരള കോൺഗ്രസ് പാണി വിഭാഗം UDF-ലെത്തുമെന്ന് ഇനിയും പ്രതീക്ഷയുണ്ടോ? UDF-ൽ ഇനിയും വിസ്മയങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ചോദിക്കാം. നേരോ നേതാവേ. നമസ്കാരം. ഇപ്പോൾ UDF-ന്റെ മുന്നണി വിപുലീകരണമാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. അതിലിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ച നടത്തി, ചില നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം അതേതാണ്ട് ഉറപ്പിക്കുകയാണ് LDF-ഉം. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമടക്കം വന്നു കഴിഞ്ഞു. KM മാണിക്ക് ഒരു സ്മാരകം, അതിനുള്ള സ്ഥലം. അപ്പോൾ ഇനി സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതല്ലാതെ ഞങ്ങൾ ഔദ്യോഗികമായി യാതൊരു ചർച്ചയും ആരോട് ചർച്ച ചെയ്തു എന്നാർക്കും പറയാൻ കഴിയില്ല. പക്ഷേ വിളികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജോസ് കെ മാണിയും സ്ഥിരീകരിക്കുന്നു. പലപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ജോസ് കെ മാണിയും ഞാനും തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ അടുത്തടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കേണ്ടവരാണെന്ന് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിലപ്പുറം ഉണ്ടായിട്ടില്ല. അതിലപ്പുറം ഉണ്ട് രാഷ്ട്രീയ ചർച്ചകളിലേക്ക്. അത് അങ്ങയുടെ കാര്യം. പക്ഷേ മറ്റു ചില നേതാക്കൾ വിളിച്ചു അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ രണ്ടു ഭാഗത്തും ഉണ്ടാകും. അവര് മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലും ഉണ്ടാകാം, UDF-ൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഇടയിലും ഉണ്ടാകും. പക്ഷെ അവരൊരു രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ലല്ലോ, ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. എടുത്തല്ലോ ജോസ് കെ മാണി എടുത്തിട്ടില്ല. അവരുടെ നാളത്തെ അവരുടെ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ കോർ കമ്മിറ്റി, അതിലേക്കാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ അവർ ബാധ്യസ്ഥരാ. രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് UDF-നൊപ്പം വരും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷ, അല്ലെ? അവര് പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾ UDF-ന്റെ കൂടെയാണെന്നത് വ്യക്തമാക്കപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്കറിയാം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഇതൊക്കെ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് മാറി. അതൊരു യാഥാർത്ഥ്യമല്ലേ. അപ്പൊ അണികൾ, വോട്ടർമാർ, ജനവിഭാഗങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇത് പറയുന്നത്. അതെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് കിട്ടിയ നിങ്ങൾ, ജോസ് കെ മാണിയുടെ വാക്കുകളാണേ, 110 സീറ്റ്. അപ്പോൾ അവിടെ നിന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 80 നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ ആ മുന്നേറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് ജോസ് കെ മാണി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർലമെന്റ് പാറ്റേൺ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ എന്ന് എല്ലാവർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് സാമ്യമുണ്ട്, അതിന് സാമ്യമുണ്ട്. ഏറ്റവും ടൈറ്റ് പാറ്റേൺ, ഏറ്റവും ടൈറ്റ് മത്സരം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ ജയിച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അതാണ് ശരിയായ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ. അങ്ങ് പറയുന്നത് ജോസ് കെ മാണി ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് അങ്ങയുടെ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് 5 പേരും ഒരുമിച്ചായിരിക്കും എന്ത് തീരുമാനമായാലും അതിനെടുക്കുന്ന സമയമാണ്. അവർ തീരുമാനിക്കട്ടെ. നാളത്തെ ദിവസം അതുണ്ടാകും. അവരെ സംബന്ധിച്ച് നിർണായകമാണെന്ന് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. വന്നാലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ശ്രീ സണ്ണി ജോസഫ്. വന്നു കഴിഞ്ഞാൽ ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും പരസ്പരം മത്സരിച്ച് കടുത്തുരുത്തി, ഇടുക്കി പോലുള്ള ഇടങ്ങളുണ്ട്. അവിടെ അപ്പോൾ ആരെ നിർത്തും എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലേ? ജോസഫ് വിഭാഗത്തെ പിണക്കാൻ പറ്റും. നമ്മളെ ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനങ്ങൾ. ഇപ്പോൾ UDF നല്ല കോർഡിയലായിട്ട് പോകുന്നത്, നല്ല റിലേഷൻഷിപ്പാണ്. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ അഭിപ്രായമുണ്ട്, അവരുടേതായ പങ്കാളിത്തമുണ്ട്. അപ്പൊ വിപുലീകരണം സംബന്ധിച്ച് അതിന്റെ ഒരു ഘട്ടം വന്നാൽ വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ഒറ്റയ്ക്കല്ല ഞങ്ങൾ തീരുമാനിക്കും. മാണി സി കാപ്പൻ പക്ഷേ പാല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഡിസ്കസ് ചെയ്താലും ഇല്ലെങ്കിലും പരസ്യമായി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. മാണി സി കാപ്പനെ അവിടെ നിന്ന് മാറ്റുന്നതും ധാർമ്മികമായ ശരിയല്ലല്ലോ. മാണി സി കാപ്പന് പാലായോടൊരു ആത്മബന്ധമുണ്ട്. ആത്മബന്ധമല്ല, ഭൂരിപക്ഷവും ജനങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ്. മാണി സി കാപ്പൻ പറയുന്നത് വരികയാണെങ്കിൽ, ജോസ് കെ മാണി വരികയാണെങ്കിൽ കടുത്തുരുത്തിൽ അദ്ദേഹം പോകട്ടെ എന്നുള്ളതാണ്. അത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. മാണി സി കാപ്പനോട് സംസാരിച്ചിട്ടുണ്ട്? ഇല്ലില്ല, നല്ല സൗഹൃദമുണ്ട്, ഇത്രയുണ്ട്. ഈ പോയിന്റ് സംസാരിച്ചിട്ടില്ല. ഈ പോയിന്റ് പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചിരിക്കുന്നു. കണ്ടു. പക്ഷെ അതിന് പിന്നെ ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അല്ലല്ല, ഇത്രയായിട്ടില്ല.
അപ്പൊ നിങ്ങൾ ഈ സൗഹൃദം മാത്രമേ ഉള്ളൂ സംസാരത്തിൽ. മാനസി സൗഹൃദം കാപ്പൻ ഉണ്ടെങ്കിൽ പകുതിയായി. മാനസി കാപ്പൻ, നിങ്ങൾ മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പാല ഇപ്പോൾ ജോസ് കെ മാണി എല്ലാം ഈ പറയുന്ന മാതിരി ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് അങ്ങേക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ജോസ് കെ മാണി വരികയാണെങ്കിൽ പാല കൊടുത്തു കഴിഞ്ഞാൽ മാനസി കാപ്പന് LDFിലേക്കും പോകാം. പോയിട്ടുണ്ടല്ലോ മുമ്പ്. ഇല്ല, അങ്ങനെയൊന്നും പറ്റില്ല. വ്യക്തിഗതം മാത്രമായിരിക്കില്ല, നിലപാടുകൾ തന്നെ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം, അതിൻ്റെ കൂടെ നിൽക്കാൻ കൂടുതൽ ആളുകളുണ്ടാവും. UDFിലെ എല്ലാ കക്ഷികളും അതിന് തയ്യാറാണ്. സമുദായ നേതാക്കൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനങ്ങൾ ആരാര് നിർത്തണം, ആരെ കൂടെ കൂട്ടണം എന്ന് തീരുമാനമെടുക്കുന്നത് ശരിയായ സമീപനം. ഇല്ല, അവരൊന്നും ഞങ്ങളോട് അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറയാം, അല്ലാതെ നിർദ്ദേശങ്ങളൊന്നും വരുന്നില്ല. എല്ലാ പാർട്ടികളും കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടികളും. ഇപ്പൊ കേരള കോൺഗ്രസും ചർച്ച ചെയ്യുന്നുണ്ടാവും, നിങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരെ കാണുന്നുണ്ട്, അവരുടെ ആശയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മലയോര യാത്ര അതിന് കുറെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? മലയോര യാത്ര സഹായിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നമാണ്. വന്യമൃഗ ശല്യം, കാർഷിക മേഖലയുടെ പ്രതിസന്ധി, അതൊരു ജീവൽ പ്രശ്നമാണ്. അത് ഞങ്ങൾ അസംബ്ലിക്കകത്തും പുറത്ത് സമരത്തിന്റെ ഭാഗമായിട്ടും പിന്നീട് KPCC സമര സംഗമങ്ങൾ നടത്തിയെടുത്തും ഞങ്ങളത് ഒരു ജീവൽ പ്രശ്നമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അസംബ്ലിയിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും അത് ഞങ്ങൾ ഗൗരവത്തിലെടുക്കും. അതാണ് സഭയുടെ കാര്യത്തിൽ നിലപാട്. ഇനിയുള്ള വിസ്മയം ആരായിരിക്കും? ഇനി CPMൽ നിന്നും ഇനി ആളുകൾ വരുമോ? കുറച്ച് മുതിർന്ന നേതാക്കളെ നിങ്ങൾ സമീപിച്ചു എന്നും പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകളുണ്ട്. പറ്റില്ലല്ലോ, പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകളുണ്ട്. വിസ്മയല്ലേ? എത്ര വിസ്മയം ഉണ്ടാവും? ഞാൻ കണക്കൂട്ടുന്ന തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവും. വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് നല്ല വിസ്മയം പ്രതീക്ഷിക്കാം. അത് വേറെ കാര്യം. നിങ്ങളുടെ അടുത്തേക്ക് LDFിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ എത്രയുണ്ടാവും? അത് നമ്മള് വ്യക്തികളോ പാർട്ടികളോ? അത് പരിശോധിക്കാം, നമുക്ക് കാത്തിരിക്കാം. RJDയുടെ കാര്യത്തിൽ RJD പലപ്പോഴും മുന്നണിക്കകത്ത് CPMുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത് പുറത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വർഗീസ് ജോർജൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഈ CPM എടുത്തിരിക്കുന്ന പല നിലപാടുകളും LDFിൽ ചർച്ച ചെയ്തിട്ടല്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ശക്തമായി പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരും ഞങ്ങളുമായിട്ട് നല്ല സൗഹൃദമാണ്. അവര് രാഷ്ട്രീയ മാറ്റം, ജനങ്ങളുടെ ഒരു അഭിലാഷം കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് ഇങ്ങോട്ട് വന്നാലും അവർക്ക് നേരത്തെ കിട്ടിയ സീറ്റുകൾ കൊടുക്കില്ലല്ലോ. നമ്മൾ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണമല്ല, നിയമസഭയിൽ സീറ്റുകളുടെ എണ്ണമല്ല, MLA-മാരുടെ എണ്ണമാണ് മെറ്റീരിയൽ. വടകര അവിടെ അവർ മത്സരിച്ചിരുന്ന ഇടമാണ്. വടകര ഇനി കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ഒരു ഓഫർ? അത് ഞങ്ങൾ ആവശ്യം വന്നാൽ ചർച്ച ചെയ്യും. അപ്പൊ ഇതുവരെ ആ ചർച്ചയിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഇനി വിസ്മയത്തിന് സമയമില്ലല്ലോ, കാത്തിരിക്കാൻ പെട്ടെന്ന് വരാമല്ലോ. ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നാൽ ജോസഫ് വിഭാഗമായി അവർക്ക് നമ്മളെ മുന്നണിയുടെ കരുത്തിനെ കുറിച്ചും ജനങ്ങളുടെ അഭിലാഷത്തെക്കുറിച്ചും മുന്നണി കക്ഷി നേതാക്കന്മാർക്കും കക്ഷികൾക്കും പാർട്ടികൾക്കും അണികൾക്കും നല്ല ബോധ്യം. നിങ്ങളിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ വികാരമാണല്ലോ. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ചില വിഷയങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, ആഭ്യന്തരം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് നിങ്ങളുടെ ബദലുണ്ട്. ഞങ്ങളുടെ ബത്തേരി കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പിലും അതിനു മുൻപും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ UDFിന്റെ കോൺക്ലേവ് നടന്നു, വിദ്യാഭ്യാസ മേഖലയിൽ UDFിന്റെ കോൺക്ലേവ് നടന്നു, സാമ്പത്തിക രംഗത്ത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബദൽ പദ്ധതികളോടുകൂടി തന്നെയാണ് UDF ജനങ്ങളെ സമീപിക്കുന്നത്. മന്ത്രി MP രാജേഷ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ലക്ഷ്യ പരിപാടി ബത്തേരിയിൽ നടത്തിയത് യൂത്ത് കോൺഗ്രസ് അവിടെ പുനരധിവാസത്തിനായി പിരിച്ച പൈസ കൊണ്ടാണെന്നാണ്. അതിനെന്താണ് മറുപടി? വളരെ ബാലിശല്ലേ. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ എന്നെ തന്നെ 1 കോടി രൂപയിലധികം ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ എമൗണ്ട് അല്ലല്ലോ. എന്ത് കളക്ട് ചെയ്തിട്ടുണ്ടോ ആ പൈസ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പുനരധിവാസ പദ്ധതി? അവിടെ ഞങ്ങളിപ്പോ സ്ഥലം വാങ്ങിക്കഴിഞ്ഞു, 3 ഏക്കറിലധികം സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. എവിടെയാണ്? ഏറ്റവും ഏറ്റവും കണ്ണായ സ്ഥലത്ത് തന്നെയാണ്. ഏറ്റവും ഈ ചൂരൽമല ഉണ്ടക്കൈ ഭാഗത്ത് തന്നെ, മേപ്പാടിയിൽ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങി. എത്ര ഏക്കർ? 3.5 ഏക്കർ. നിർമ്മാണം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എത്രയും വേഗത്തിൽ അതിന്റെ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലില്ല, പാർട്ടി ആദ്യം തന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന വാദം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കണം എന്ന് ഉറച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലല്ല, ആദ്യം നമുക്കറിയാമല്ലോ ഞങ്ങൾ എന്താ പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്നല്ലോ പറഞ്ഞു. ഞങ്ങളെടുത്ത നിലപാട് എന്താണ്? മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് എറണാകുളത്താണ്.
മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അന്ന് കേസില്ല. കേസ് വന്നപ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സസ്പെൻഷൻ ഒരിക്കലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്തു. നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങളുടെ ഭാഗമായിരുന്നില്ല. ഇത്രയും മാതൃകാപരമായ നിലപാട് കോൺഗ്രസ് അല്ലാതെ ആരെടുത്തിട്ടുണ്ട്? ഇപ്പോഴും ശബരിമല കേസിലെ പ്രതികളെ, ജയിൽ കിടക്കുന്നവരെ, ആവർത്തിച്ച് ഹൈക്കോടതിയും ജില്ലാ കോടതിയും ജാമ്യം നിഷേധിച്ചവരെ, സുപ്രീം കോടതി പോലും ഇത് അമ്പലമോഷ്ടാക്കളാണോ എന്ന് ചോദിച്ചവരെ ഇപ്പോഴും CPM ഇടതുപക്ഷം ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുകയാണ്. അവിടെയാണ് കോൺഗ്രസ് രാഹുൽ മാക്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇപ്പോൾ ഈ അയോഗ്യനാക്കണമെന്നൊരു ആവശ്യം CPM MLA DK മുരളി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒരു ആവശ്യം കത്ത് നൽകിയിരിക്കുന്നു. അഥവാ ഇത് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപിൽ വരികയാണെങ്കിൽ എത്തിക്സ് കമ്മിറ്റിയിലും കോൺഗ്രസിന്റെ അംഗങ്ങളുണ്ട്. എടുക്കുന്ന സമീപനം എന്തായിരിക്കും? അത് ഞങ്ങൾ ആലോചിച്ചെടുക്കേണ്ട. ഇത്രയ്ക്കൊക്കെ ആലോചിക്കാനുണ്ടോ? ആലോചിക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ കുറിച്ച് ഇല്ല, അത് ഞാൻ പറഞ്ഞു. ഞാൻ എസോറിനോ പറഞ്ഞിട്ടില്ലല്ലോ. അത് ആലോചിക്കണം. പ്രതിപക്ഷ നേതാവുമായിട്ടും അത് കക്ഷി ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് MP രാജേഷ് തന്നെ പറഞ്ഞ ഒരു കാര്യം, പോറ്റിയെ കേറ്റിയെ പാട്ട് നിങ്ങളേതാണ് ഉപേക്ഷിച്ചിരിക്കുന്നു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആരോപണം നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോറ്റി വന്നത് നിങ്ങളുടെ കാലത്താണ് എന്നുള്ളതും അന്ന് പ്രയാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നു. അന്ന് ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണെന്ന് പറയുന്നു. ഇതിനെന്താണ് മറുപടി? ഇതെന്താ ജനങ്ങളെ ആർക്കെങ്കിലും വിഡ്ഢികളാക്കാൻ സാധിക്കും? എന്താണ് യഥാർത്ഥ ഇഷ്യൂ? എന്താണ്? ആരാണ് പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാണികൾ, ധാരപാലയ ശില്പങ്ങൾ, കട്ടിളപ്പടി, വാതില് ഒക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ അവസരം ഒരുക്കിയത് ആരാണ്? ആരാ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്? ആരാണ് അവിടെ സംരക്ഷകര്? സംരക്ഷകര് തന്നെ കള്ളന്മാരായി, കൊള്ളക്കാരായി, ഗൂഢാലോചനയിലെ പങ്കാളികളായി കോടതി തന്നെ വ്യക്തമാക്കില്ലേ? ആരുടെ നിയന്ത്രണത്തിലെ അന്വേഷണം? ഞങ്ങളാണോ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കാലത്താണെന്ന് പറയുന്നു. ഇല്ലില്ല, അത് ശരിയല്ല. ഇന്നും മാധ്യമങ്ങളുടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഗവൺമെന്റ് ഉള്ളപ്പോൾ അല്ല, 2007 പിന്നെ തീരുമാനം എന്താണ്? അവിടുന്ന് ധാരപാലയ ശില്പങ്ങൾ അഴിച്ചു മാറ്റാനുള്ള തീരുമാനമല്ലേ? ആ തീരുമാനം ആരെടുത്തു? പത്മകുമാറല്ലേ? അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിലല്ലേ? ആ തീരുമാനം എടുത്ത വ്യക്തി ഇപ്പോഴും പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്, പാർട്ടി സ്ഥാനത്ത് നിൽക്കുകയാണ്, പാർട്ടി പ്രൊട്ടക്ട് ചെയ്യാണ്, ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാണ്. അവരാണ് ഞങ്ങൾക്കെതിരെ. അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ അതൊന്നും വിലപ്പോവില്ല. പക്ഷേ പാട്ട് നിർത്തിയോ എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ വേറെയും ചില കാര്യങ്ങൾ ഉണ്ടാകാം. കാരണം തന്ത്രി അറസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് പാട്ടിന്റെ കാര്യത്തിൽ ആ പാട്ട് ഞങ്ങൾ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നടത്തിയ തൊഴിലുറപ്പിന്റെ റാപ്പകൽ സമരമുണ്ടേ, അവിടെ പോലും ആളുകൾ പാടിയില്ലേ? അത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ച പാട്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ പാട്ടിനെതിരെ പോലും കേസ് എടുക്കാൻ ശ്രമിച്ചവരല്ലേ CPM? എന്തായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ നിലപാടെന്തായിരുന്നു? CPMന്റെ നിലപാടെന്തായിരുന്നു? ആരോ ശരിയായ നിയമോപദേശം കൊടുത്തിട്ടല്ലേ ആ കേസ് വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ എന്താ അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പേരിലല്ലേ N സുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്തത്? പാട്ട് തുടരും. പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു. ജനഹൃദയങ്ങളിൽ ആ പാട്ടുണ്ട്. ചില പാട്ടുകൾ അങ്ങനെയാ. ഇനി അങ്ങയുടെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ, അങ്ങ് 6 മാസത്തെ KPCC പ്രസിഡന്റ് ആണെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. 6 മാസത്തേക്ക് മാത്രമുള്ള KPCC പ്രസിഡന്റ്. അങ്ങ് പേരാവൂരിൽ നിന്ന് 3 തവണ നിയമസഭാംഗമായി. ഇത്തവണയും പേരാവൂരിൽ നിന്ന് മത്സരിക്കുമല്ലോ. പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങ് മത്സരിക്കുകയാണെങ്കിൽ അങ്ങയുടെ എതിരാളിയായി ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് വരുമെന്നൊക്കെ കേൾക്കുന്നു. മറ്റേ ആരെയും സ്വീകരിക്കാമല്ലോ. നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ആര് വന്നാലും ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ നല്ല ആത്മവിശ്വാസം. അങ്ങ് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഒരു മന്ത്രിയാകും. മന്ത്രിയായി കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനം അതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, UDF ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പക്ഷേ KPCC പ്രസിഡന്റ്, മുൻകാല KPCC പ്രസിഡന്റുമാർ എല്ലാവരും അവരുടെ തീരുമാനമാണ് അവസാനമായി കേൾക്കുന്ന KPCC പ്രസിഡന്റ് തീരുമാനം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ടീം KPCC ആണല്ലോ. ഈ ടീം KPCCയിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, അതല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, ഖജാൻജിയുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്. എല്ലാവരുമായിട്ട് ഇത്ര കോർഡിനായിട്ട് പോകുന്നൊരു കാലം ഞാനും കുറെ കാലത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങയുടേത് അവസാന വാക്കാകില്ല. പക്ഷേ ഇല്ലില്ല, ഞാൻ ഒരിക്കലും കളക്റ്റീവ് ഡിസിഷൻ, ഡിസ്കഷൻ, കളക്റ്റീവ് തിങ്കിങ്.
പക്ഷെ തീരുമാനം എടുക്കാൻ സമയം വൈകും. അപ്പോൾ ഒരു കാര്യത്തിലും വന്നിട്ടില്ലല്ലോ. ഞങ്ങളിപ്പം ബത്തേരിയിൽ ഞങ്ങൾ ചേർന്നു. ആ ബത്തേരിയിൽ ഞങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്തു. ഇത്രയേറെ ഐക്യത്തിൻ്റെ സന്ദേശം നൽകി, ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ, ഒരു ഡിസഗ്രിമെൻറ്റും ഇല്ലാതെ ഞങ്ങൾ പിരിഞ്ഞില്ലേ. അതിൻ്റെ തുടർച്ചയായിട്ട് 2 ദിവസത്തെ രാപ്പകൽ സമരം. അതിൽ പങ്കാളികളായവരും അത് കണ്ടവരും പറഞ്ഞത് എന്താണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ലൊരു സമരമായിരുന്നു. തിരുവനന്തപുരത്ത് ഭംഗിയായിട്ട് എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത് നടന്നില്ലേ. ഇനിയിപ്പോൾ ഇതാ രാഹുൽജി വരുന്ന ഞങ്ങളുടെ മഹാപഞ്ചായത്ത് വിജയോത്സവം, പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയോത്സവം കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പരിപാടിയാണ് 19-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ. ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നിയമസഭ വരികയാണ്. നിയമസഭയിലെ ഞങ്ങളുടെ നിലപാടുകൾ വീണ്ടും ശബരിമല വിഷയത്തിലെ സമരങ്ങൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, തുടർ സമരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വളരെ കോടിയിലാണ് ടീം KPCC ആസ് വെൽ ടീം UDF. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി തീരുമാനം വരുമ്പോൾ MP-മാർ മത്സരിക്കുമോ മത്സരിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം ആത്യന്തികമായി വിജയ സാധ്യത അതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ വയ്ക്കുക. അപ്പോൾ പല MP-മാരും പേരെടുത്താൽ അവർക്കൊക്കെ ഇവിടെ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ പുറപ്പെട്ടാൽ ബാക്കിയുള്ളവർ പാലായി പിന്നെയും വരാൻ സാധ്യതയുണ്ട്. MP-മാർ മത്സരിക്കുമോ ഇല്ലയോ? ഹൈക്കമാൻഡാണ് പ്രത്യേകിച്ച്. കാരണം MP-മാർ അവർ പാർലമെന്റിന്റെ അകത്ത് അവരുടെ സേവനം എത്ര കണ്ട് അനിർവാര്യമാണ്. അതും കൂടി പരിശോധിക്കേണ്ടത് ഹൈക്കമാൻഡ്. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ അതൊരു പുതിയ കാര്യമല്ല. 2021 നിങ്ങൾ പരീക്ഷിച്ചതാണ്. 11 മുതലുണ്ട്. 2021 പരീക്ഷണം അത്ര വിജയമായിട്ടില്ല. 1-2 പേരെ അങ്ങനെ പുതുമുഖക്കാർ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് വീണ്ടും ആ ഒരു രീതിയിലേക്ക് പോവുകയാണോ? എങ്ങനെയാണ്? നേതാവ് പറഞ്ഞ ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടി കണക്കിലെടുക്കും. യുവാക്കൾക്കും വനിതകൾക്കും പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം വിജയസാധ്യത കൂടി സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു ഘടകമായിരിക്കും. അത് ഹൈക്കമാൻഡും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ അത് ഉൾക്കൊണ്ടിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ ഘടകകക്ഷിയല്ല, മുന്നണിയിലില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ് UDF-നെതിരെ ആവർത്തിച്ച് CPM ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ മറുപടി അത്ര ശക്തമാണ്? മറുപടി വ്യക്തമല്ലേ, ശക്തവുമാണല്ലോ. മുഖ്യമന്ത്രിക്ക് എന്താ ഇപ്പൊ പറയാൻ സാധിക്കാത്തത്? അവരുമായിട്ടുള്ള ബന്ധം, മുഖ്യമന്ത്രി അവരുമായി ചർച്ച നടത്തിയത്, അതൊക്കെ രേഖാമൂലം ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിങ്ങളുമായുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യും. ബന്ധമില്ലായിരുന്നുള്ളൂ. ബന്ധം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് CPM ആണ് BJPയും SDPയും വളരെ പ്രകടമായിട്ട് സഹായിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വേണമെങ്കിൽ സ്ഥലം, വോട്ട്, അതിന്റെ കണക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതുമില്ല. അവരെ വോട്ട് വാങ്ങിയില്ലേ? വോട്ട് സ്വതന്ത്രമായിട്ടും സ്വകാര്യമായിട്ടും ചെയ്യുന്നതല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, ആ കാര്യം ചർച്ച ചെയ്തിട്ടേ. ഈ വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് CPM-ന് ശക്തമായ പേരുകളുള്ള സ്ഥലങ്ങളുണ്ട്. കല്യാശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ, ഈ മേഖലകളിലൊക്കെ. ഇവിടങ്ങളിലൊക്കെ സാധാരണഗതിയിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിർത്തും. വലിയ ആത്മവിശ്വാസമൊന്നും ഇല്ലാതെ അവരാണ് ജയിച്ചു പോവുക. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇലക്ഷനുകളെ ഞങ്ങൾ അല്ല. ഇപ്പൊ തളിപ്പറമ്പാണ് അതിന്റെ എക്സാമ്പിൾ. തളിപ്പറമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് ഇലക്ഷനും കോൺഗ്രസിന് നന്നായിട്ട് തന്നെ മുന്നേറാൻ സാധിച്ചു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷനിൽ അടുത്തടുത്താ വന്നേ. സീരിയസ് ആയിട്ട് തന്നെ അത്തരത്തിലുള്ള CPM ജയിച്ചു വരുന്ന സ്ഥലങ്ങളെയും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളുടെ ഒരു പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും? മുല്ലപ്പള്ളിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, VM സുധീരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഇവരൊക്കെ വീണ്ടും മത്സരിക്കുമോ? ചെറുപ്പക്കാരെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള, ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഞങ്ങൾ മുൻകൈ എടുക്കും. ഈ 2 പേരുകൾ മുല്ലപ്പള്ളി, സംസാരിക്കുന്നു. അവരൊക്കെ പ്രമുഖ നേതാക്കന്മാർ. വിരമിക്കൽ പ്രഖ്യാപിച്ചവരെയും തിരിച്ചു വിളിക്കും. അവർ സ്വയം പ്രഖ്യാപിച്ചതാണ്. റിട്ടയർമെന്റ് ഉണ്ട്, കമ്പൽസറി റിട്ടയർമെന്റ് ഉണ്ട്. പക്ഷെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. ആവശ്യമുള്ള ആൾക്കാരെ, താല്പര്യമുള്ള ആൾക്കാരെയും ആവശ്യത്തിനനുസരിച്ചും സാധ്യതയ്ക്കനുസരിച്ചും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാക്കുന്നതിനും നേതൃരംഗത്തും അവരെല്ലാം വളരെ ആക്റ്റീവാണ് ഇപ്പോഴും. മനസ്സിലാക്കുന്നു. മുല്ലപ്പള്ളി മലബാറിലെ എല്ലാ പരിപാടികൾക്കും പോകുന്നുണ്ട്. ഞാൻ KPC പ്രസിഡന്റ് ആയതിനു ശേഷം മുല്ലപ്പള്ളിയുടെ വീട്ടിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. സുധീരൻ കേരളം മുഴുവൻ യാത്ര ചെയ്തു. നാദാപുരത്ത് മത്സരിക്കുമോ മുല്ലപ്പള്ളി? ഞാനൊന്നും മത്സരിക്കുമെന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അവിടെ അത് സീറ്റ് ആഗ്രഹിക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ കോഴിക്കോട് എവിടെയും മുല്ലപ്പള്ളി ഫിറ്റ് അല്ലേ, മലബാറിൽ എവിടെയും മുല്ലപ്പള്ളി ഫിറ്റ് അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് നാദാപുരം വേണമെന്നാണ്. അതൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥിത്വ
വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തുറന്നു പറയുകയാണ്. പരസ്യമായി മാധ്യമങ്ങളിലൂടെ തന്നെ പറയുന്നവരാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷമിക്കുന്നവരുണ്ടാവും. വിഷമിക്കുന്നവർ ചിലപ്പോൾ മറുകണ്ഠം ചാടാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ? ഇല്ലില്ല, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിജയസാധ്യത കൂടി വന്നതോടുകൂടി ഉം. കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പരിമിതി എല്ലാവരും മനസ്സിലാക്കും. ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും, ആ തീരുമാനത്തെ അനുസരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അനുസരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം വിജയിച്ചത് 3 ഇരട്ടി ഭൂരിപക്ഷത്തിലായിരുന്നു. പിന്നീടുണ്ടായ കേസുകളൊക്കെ വേറെ കാര്യം. പക്ഷേ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ ഇപ്പോൾ ഒരു ചീത്തപ്പേരുണ്ടാക്കി പ്രശ്നമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പകരം കൊണ്ടുവരുന്ന ആൾ ഒരു മുതിർന്ന നേതാവാകണം എന്നൊരാവശ്യം അവിടുന്ന് DCCയിൽ നിന്ന് ഉയരുന്നതായി കേൾക്കുന്നുണ്ട്. കെ മുരളീധരന്റെ പേരൊക്കെ അവർ പറയുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും. പാലക്കാട് പ്രത്യേകം പരിഗണിക്കുന്നു. പാലക്കാട് ഒരു നല്ല മത്സരമുള്ള സ്ഥലമായതുകൊണ്ടും ജയിക്കേണ്ട സ്ഥലമായതുകൊണ്ടും ജയിച്ചു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടും നല്ല സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോട്ടയത്താണ്. മുന്നണി ചർച്ചകൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ലീഗിന്റെ കാര്യത്തിൽ ലീഗിന് കൂടുതൽ സീറ്റ് എന്നവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ അനുനയിപ്പിച്ച് ആ ആവശ്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമെന്നാണോ കൂടുതൽ സീറ്റ് നൽകുമെന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ MLA-മാർ. അതാണ് കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും കൂടുതൽ MLA-മാരെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. ആരുടെ MLA-മാർ? UDF MLA, അതിൽ കോൺഗ്രസ് MLA-മാർ, മുസ്ലിം ലീഗ് MLA-മാർ, കേരള കോൺഗ്രസ് MLA-മാർ, RSP, അങ്ങനെ എല്ലാ കക്ഷികളുടെയും MLA-മാരുടെ എണ്ണം കൂട്ടാനാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരാശയം. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ സീറ്റ് ഞങ്ങൾ വളരെ വളരെ ജസ്റ്റിഫയബിൾ ആയിട്ട് ഞങ്ങളത് ഷെയർ ചെയ്യും. BJP-യുടെ വെല്ലുവിളി എങ്ങനെ കാണുന്നു? BJP ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരൊക്കെയായിരിക്കും, എവിടേക്കാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമായിരിക്കുന്നു. ഒരുപക്ഷെ പ്രചാരണത്തിലേക്ക് നേരത്തെ കടക്കും. BJP ഒരു വെല്ലുവിളിയാണല്ലോ തിരുവനന്തപുരം പോലുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച്. ഇല്ലില്ല, ഞങ്ങളൊരു ശക്തമായ വെല്ലുവിളിയായിട്ട് കാണുന്നില്ല. UDF-ന്റെ ജയസാധ്യതയ്ക്ക് ഒരു തടസ്സവും വരില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ അതിനൊരു ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടിയത്. തിരുവനന്തപുരത്ത് എന്താ സംഭവം? തിരുവനന്തപുരത്ത് എന്താ സ്ഥിതി? തിരുവനന്തപുരത്ത് BJP-യെ സഹായിച്ചത് സത്യത്തിൽ ഫലത്തിൽ വാർഡ് വിഭജനമാണ്. UDF ജയിച്ച സ്ഥലങ്ങളിൽ, അത് മാധ്യമങ്ങൾ ഒന്നും കൂടി പഠിച്ച് റിപ്പോർട്ട് ചെയ്യണം, UDF ജയിച്ച വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 18,000. BJP-യും CPM-ഉം ജയിച്ച വാർഡുകളിലെ വോട്ടർമാർ 4,000-ആണ്. അത്തരത്തിൽ അശാസ്ത്രീയമായിട്ടാണ് വാർഡുകൾ വെട്ടിമുറിച്ച് വികൃതമാക്കി ഞങ്ങളുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടി LDF-ന്റെ നേതൃത്വത്തിൽ, നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ വെട്ടിമുറിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്ന 20 സാധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ. കൊല്ലം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തടത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു. 1 ഉണ്ടായിരുന്നത് ഞങ്ങൾ 4 ആയി. അവരുടെ 5 1 മാറി. അങ്ങി പറഞ്ഞ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നിയമസഭയിലും ബാധിക്കില്ലേ? നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനവും ന്യായയുക്തമായിട്ടല്ല നടന്നത്. ഞാനന്ന് കണ്ണൂർ DCC പ്രസിഡന്റാണ്. ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എൻ്റെ കേസ് കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ടഡ് കേസുണ്ട്, സണ്ണി ജോസഫ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ. കാരണം എന്താണ്, അത് അശാസ്ത്രീയമായിട്ട് അന്നും നടന്നത്. അന്നും LDF-നെ സഹായിക്കുന്ന രൂപത്തിലാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ CPM-ന് ഉണ്ടായിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വികൃതമായിട്ടാണ്, അശാസ്ത്രീയം മാത്രമല്ല വികൃതമായിട്ടാണ്, മാനദണ്ഡങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ്. കാരണം ഒറ്റ എക്സാമ്പിൾ കൂടി ഞാൻ പറയുകയാണ്, റിപ്പോർട്ടർ ചാനലിലെ പ്രേക്ഷകരുടെ മുമ്പ് ഞാൻ പറയുകയാണ്. എന്താണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ആർളം പഞ്ചായത്ത്. അവിടെ ആർളം ഫാം ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന കോട്ടപ്പാറ വാർഡിൽ 591 വോട്ടർമാർക്കാണ് ഒരു വാർഡ്. 591. തൊട്ടടുത്തുള്ള വാർഡിൽ, ചതുരൂർ വാർഡിൽ 1965 വോട്ടർമാർക്കാണ് ഒരു വാർഡ്. അവിടെ UDF ജയിച്ചു. UDF ജയിച്ച വാർഡിൽ 1965 വോട്ടർമാർ. LDF 30 വോട്ടിന് ജയിച്ച വാർഡിൽ അവിടെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം 591. ദാറ്റ് മീൻസ് വാട്ട്? ഈ സമുദായ നേതാക്കളുമായിട്ടൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതിൽ CPM കാണിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ കാണിക്കുന്ന ഒരു കൂടുതൽ ശക്തിയായ ബന്ധത്തെയാണല്ലോ വിമർശിക്കുന്നത്. അത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്, വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസിൽ നിന്നും അത്ര ശക്തമായ പ്രതികരണമൊന്നും വന്നു കണ്ടില്ല. CPM-ന്റെ ആ ഒരു ബന്ധത്തെ CPI തന്നെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഞങ്ങളത്
പഠിക്കുകയാണ്. എന്ത് വെള്ളാപ്പള്ളിയുടെ വർഗീയ പുസ്തകങ്ങളോ? അതല്ല, ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിഗതമല്ല ഞങ്ങളുടെ നിലപാട്. അദ്ദേഹത്തിന്റെ മലപ്പുറം പുസ്തകത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. വർഗീയ നിലപാടുകളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ലീഗ് വിമർശിക്കുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് ലീഗും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ നിലപാടുകളെ കേരള ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അവര് അവരുടേതായ മിതത്വം വലിക്കുക. കോൺഗ്രസിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവസാനം ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തീരുമാനിച്ചാൽ? അയ്യോ, ഇല്ല, അതൊന്നും വരില്ല. കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുള്ള, രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഭരണപരിചയമുള്ള, ജനപിന്തുണയുള്ള, കഴിവുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. അത് മാധ്യമങ്ങളും ജനങ്ങളും കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ രീതി എല്ലാ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനൊരു രീതിയുണ്ട്, ഇന്നലകളിൽ സ്വീകരിച്ച ഒരു ശൈലിയുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ്? AK ആന്റണി മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായത് എങ്ങനെയാണ്? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ്? VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ഹൈക്കമാൻഡിൽ കൂടുതൽ പിടിയുള്ളവർക്ക് കൂടുതൽ സാധ്യതയില്ല. അതെല്ലാം ജസ്റ്റ് ആൻഡ് ഫെയർ, ന്യായയുക്തമായ തീരുമാനം. ഈ 100 സീറ്റ് എന്ന വാദം ഇനിയും പറയുന്നുണ്ടോ? 100-ൽ കൂടുതൽ, 100-ൽ കുറയാതെ. വിസ്മയങ്ങൾ കുറഞ്ഞാലും വിസ്മയങ്ങളും വരും. അത് റിസൾട്ട് വരെ വിസ്മയം ഉണ്ടാവും. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു.